നമസ്കാരം, വിമലാണ്. ഇന്നത്തെ ഞാൻ എൻ്റെ ടോപ്പിക്കകത്ത് പറയാൻ പോകുന്നത് ന്യൂസിലൻഡ് ഓസ്കിക്കകത്തുള്ള ഈ ഫെയിലിയർ റേറ്റ്. അപ്പം റീസെൻ്റ്ലി കുറേ കുട്ടികൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഷെയർ ചെയ്തു തന്നു, യൂട്യൂബ് വീഡിയോസൊക്കെ ഷെയർ ചെയ്തു തന്നു. അതിൻ്റെ അകത്ത് അവർ പറയുന്നത്, അപ്പം അത് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാനത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡ് ഓസ്കി ഫെയിലിയർഡ് ആകാനായിട്ടുള്ള കുറേ റീസൺസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസിലൻഡ് ഓസ്കി ഫെയിലിയർ ആകാനുള്ള റീസൺസിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്നത്, അപ്പം ആ വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നത് പല റീസൺസ് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പെർഫെക്ഷൻ ഒരു ഫെയിലിയർ ആണെന്ന് പറയും. ഞാൻ ഞെട്ടിപ്പോയി. അതായത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫെയിൽഡ് ആവും എന്നാണ് അതിൻ്റെ അകത്ത് ഒരാൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ട്രെയിനറാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു ന്യൂസിലൻഡ് ഓസ്കി മാത്രം ട്രെയിനറല്ല. ഞാൻ UK ഓസ്കി, അയർലൻഡ് ഓസ്കി, അതുപോലെ അയർലൻഡ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓസ്കി, ന്യൂസിലൻഡ് ഓസ്കി, ഈ 4 ഓസ്കിയും ചെയ്യുന്ന ആളാണ്. 2021 മുതൽ ഏകദേശം 1000-ഓളം കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓസ്കിക്കകത്ത്. അപ്പോൾ ഈ ഓസ്കി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് തന്നെ ഡിറൈവ് ചെയ്ത് വരുന്നത് സ്കോട്ടിഷ് ഫെസിലിറ്റി എന്നാണ് വരുന്നത്. അതായത് UK എന്നാണ് ഈ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1980s 1990s ഇത് ഇവോൾവ് ചെയ്തിട്ട് ഓസ്കി എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിസമായിട്ട് മാറുന്നത്. അത് ഡോക്ടേഴ്സിന് വേണ്ടിയാണ് ഓസ്കി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നഴ്സസ് ഓസ്കി അതിൻ്റെ അകത്ത് വന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് UK ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. കുറേ അയർലൻഡ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2-3 വർഷത്തിന് ശേഷമാണ് ഓസ്ട്രേലിയ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് റീസെൻ്റ് ആയിട്ടാണ് ന്യൂസിലൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ന്യൂസിലൻഡ് ഓസ്കിയെ പറ്റി വീഡിയോ ഇടുന്ന ആൾക്കാർ പറയുന്നത് ന്യൂസിലൻഡ് ഓസ്കി എന്തോ ദിവ്യ സംഭവമാണെന്നാണ് പറയുന്നത്. യഥാർത്ഥ ന്യൂസിലൻഡ് ഓസ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള 3 രാജ്യങ്ങളുടെ ഓസ്കി പോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടേ വരുന്നുള്ളൂ. അതായത് ന്യൂസിലൻഡ് ഓസ്കി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റൈറ്റി ഒന്നും അല്ല. ന്യൂസിലൻഡ് ഓസ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി നഴ്സസ് ഓസ്കി UK ചെയ്യുന്നു, അയർലൻഡ് ചെയ്യുന്നു, ഓസ്ട്രേലിയ ചെയ്യുന്നു, ന്യൂസിലൻഡ് ഇതുപോലെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂസിലൻഡ് എന്തുകൊണ്ട് ഓസ്കി എടുത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ന്യൂസിലൻഡ് ഓസ്കി എന്തുകൊണ്ട് സ്റ്റുഡൻസ് തോക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ന്യൂസിലൻഡ് അതായത് 1996-97 കാലങ്ങളിലൊക്കെയാണ് UK വിദേശ നഴ്സസിന് വേണ്ടി, അതായത് ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലുള്ള നോൺ യൂറോപ്യൻ യൂണിയൻ നഴ്സസിന് വേണ്ടി അവരുടെ എൻഐറ്റി അതായത് അവരുടെ ചാൻസസ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. തൊട്ട് പുറകെ അയർലൻഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ 2 രാജ്യങ്ങളും, ഇപ്പോൾ ഇന്ത്യ എന്നുള്ള എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്ത്യൻ രജിസ്ട്രേഷൻ വെച്ചിട്ട് അവിടെ നഴ്സസിന് രജിസ്ട്രേഷൻ കൊടുത്തു. അപ്പോൾ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ വെച്ചിട്ട് അവർക്ക് നഴ്സ് രജിസ്ട്രേഷൻ കൊടുത്തു. ഇംഗ്ലീഷ് ടെസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ CVTയോ ഓസ്കിയോ ഒന്നും ഇല്ലാതെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അതിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് മനസ്സിലായി കഴിഞ്ഞ ശേഷം പിന്നെ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ടെസ്റ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് CBT വന്നു. പിന്നെ ഓസ്കി വന്നു. അതേസമയം ഓസ്ട്രേലിയ ന്യൂസിലൻഡും ചെയ്തതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ചെയ്തത് അവരൊരു കോഴ്സ് ചെയ്തിട്ടാണ്. ആ കോഴ്സ് ബ്രിഡ്ജിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയ, ക്യാപ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ന്യൂസിലൻഡ്. അപ്പം ഞാനിപ്പം ന്യൂസിലൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ന്യൂസിലൻഡിൻ്റെ ക്യാപ് പ്രോഗ്രാം. അപ്പോൾ ഈ ക്യാപ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം അവർ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ നഴ്സസിനെ അവിടെ ഇൻഡക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ക്യാപ് പ്രോഗ്രാം വർഷങ്ങളായിട്ട് ക്യാപ് പ്രോഗ്രാമിന് ക്വാളിറ്റി ഇല്ല. കാരണം അവർ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹോണസ്റ്റ് മൈൻഡിൽ അവർ വിചാരിച്ചത് ഈ ക്യാപ് പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് ചെയ്യുവാണെങ്കിൽ, ക്യാപ് പ്രോഗ്രാം എന്ന് വെച്ചാൽ അവരുടെ ഒരു കോഴ്സ് നിങ്ങളുടെ രജിസ്ട്രേഷന് ഞങ്ങളുടെ അവിടെ അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടെ ഒരു കോഴ്സും കൂടെ വന്ന് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ ലെവലിലേക്ക് നിങ്ങളെ എലിവേറ്റ് ചെയ്തിട്ട് അങ്ങക്ക് രജിസ്ട്രേഷൻ കൊടുക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ ക്യാപ് പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അപ്പോൾ ക്യാപ് പ്രോഗ്രാം ഈ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ക്വാളിറ്റി കുറഞ്ഞിട്ട് സ്റ്റുഡൻസിനെ വെറുതെ കാശ് മേടിച്ചിട്ട് തട്ടിക്കൂട്ട് കോഴ്സും ഒക്കെ ചെയ്ത് അങ്ങോട്ട് കയറ്റി രജിസ്ട്രേഷൻ കൊടുത്തു വിട്ടു. അപ്പോൾ അവർ റിവ്യൂ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ നഴ്സസിനെ കൊണ്ട് അവരുടെ നഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ് താഴോട്ട് പോകുന്നതല്ലാതെ അത് മുകളിലോട്ട് പോകുന്ന ലക്ഷണം കാണുന്നില്ല. അവിടെയാണ് അവർ ഓസ്കി എടുത്തു വെച്ചത്. അപ്പം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓവർസീസ് നഴ്സസ് അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവരിങ്ങനെ ഒരു ഓസ്കി എടുത്ത് വെച്ചു എന്ന് ചോദിച്ചാൽ അവർ വറീഡാണ്. നിങ്ങൾ വിദേശത്തും പഠിച്ച ഒരു കുട്ടിയാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങളുടെ എക്സ്പെർട്ടൈസോ നിങ്ങൾ എന്താ പഠിക്കുന്നൊന്നും അവർക്കറിയില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നോർത്തേൺ ഐറിഷ് ഫെസിലിറ്റിയിൽ ഉള്ള സമയത്ത് എൻ്റെ ഫെസിലിറ്റേറ്റർ ഗ്ലോണിയ ലാങ്കനോട് ഞാൻ ചോദിക്കുമായിരുന്നു, ഈ ഗ്ലോണിയ നീ എങ്ങനെയാണ് ഇന്ത്യൻ രജിസ്ട്രേഷൻ ഇന്ത്യൻ നഴ്സിനെയൊക്കെ എടുക്കുമെന്ന് ചോദിക്കുമായിരുന്നു. അപ്പം അവൾ എന്നോട് പറഞ്ഞത് അവൾക്ക് നിനക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനെ കുറിച്ച് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞ സാധനം ആ വാക്ക് പോലും അവർ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അവൾക്ക് കർണാടക നഴ്സിംഗ് കൗൺസിലും കേരള നഴ്സിംഗ് കൗൺസിലും തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലും ഒക്കെ അറിയാം. അല്ലാതെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പോലും അവർക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പഠിച്ചിരിക്കുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളുടെ പേഷ്യൻസിനെ മാനേജ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ലെവലിൽ
ഞങ്ങളുടെ രീതിയിൽ, ഞങ്ങളുടെ സ്റ്റാൻഡേർഡ്സിൽ, ഞങ്ങളുടെ പേഷ്യൻ്റ് സേഫ്റ്റി മെഷേഴ്സിൽ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മുടെ നാട്ടിൽ പഠിച്ചിരിക്കുന്ന ടാസ്ക് നഴ്സിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ലേവറി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലംസ് സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് പറ്റുന്നു, നമ്മൾ അവിടെ ചെന്ന് വേറൊരാൾ നമ്മളോട് പറയുന്നത് നമ്മൾ ചെയ്യും. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊആക്റ്റീവ് എന്ന് പറയും. പ്രൊആക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ പ്രൊആക്റ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുപോലെ പേഷ്യൻ്റ് സേഫ്റ്റി, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻ്റ് സേഫ്റ്റി മാനേജ് ചെയ്യാൻ പറ്റുമോ ഇന്നൊക്കെ അവർ പറയില്ല. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ സിസ്റ്റത്തിൽ, നിങ്ങളുടെ വേയിൽ, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സിൽ നിങ്ങളുടെ പേഷ്യൻസിനെ മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓസ്കി സെനാരിയോയ്ക്കകത്ത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനു വേണ്ടി ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ലൊരു ട്രെയിനറെ വേണം. അപ്പോൾ ഈ ട്രെയിനർമാർക്ക് ഈ ന്യൂസിലൻഡ് ഓസ്കി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ പല ട്രെയിനിങ് സെൻറ്ററുകളും ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ UK ട്രെയിനേഴ്സിനെ കൊണ്ടുവച്ചാണ് ആദ്യം അവർ ട്രെയിനിങ് തുടങ്ങിയത്. UK ട്രെയിനേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK 8 മിനിറ്റ് മുതൽ, ഞാൻ UK പഠിപ്പിക്കുന്ന വ്യക്തിയാണ്, UK 8 മിനിറ്റ് മുതൽ 21 മിനിറ്റ് വരെയുള്ള സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ 8 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്, 18 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനിലൊക്കെ ഒത്തിരി സ്റ്റെപ്പ് എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റെപ്പ് എടുക്കുമ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ സ്റ്റെപ്പ് വെച്ച് തന്നെ ഈ 8 മിനിറ്റുള്ള ന്യൂസിലൻഡുകാരെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഒരാൾക്ക് പോലും ഈ സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പിള്ളേരൊക്കെ തോറ്റു പോവുക ചെയ്യുന്നു. അപ്പോൾ സ്റ്റേഷൻ ഒട്ടും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവരൊക്കെ തോറ്റു പോവുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ന്യൂസിലൻഡ് ഓസ്കിയുടെ ട്രെയിനിങ്ങിൻ്റെ 1-ാം ഘട്ടം പരാജയപ്പെട്ടു. 1-ാം ഘട്ടം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ചെയ്ത അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ എങ്ങനെയോ തട്ടിക്കൂട്ടി ഒരു ഓസ്കി പാസ്സായി എന്നുള്ള ഒരു ക്രൈറ്റീരിയയുടെ മാത്രം അടിസ്ഥാനത്തിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ജസ്റ്റ് പാസ് ഔട്ടായ പിള്ളേരെ വെച്ചിട്ട് ട്രെയിനിങ് എടുപ്പിക്കുക. അവർക്ക് എന്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ബേസിക്കലി ഇതൊരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്രെയിനേഴ്സിൻ്റെ കുഴപ്പമാണ്. അതായത് ഇത് ട്രെയിൻ ചെയ്യാനായിട്ട് ഇത് അറിയാവുന്ന യാതൊരു ട്രെയിനേഴ്സും ഇല്ല. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രെയിനിങ് എങ്ങനെയാണ് നടക്കുന്നത് പലർക്കും അറിയില്ല. അപ്പം ഞാനിവിടെ കോട്ടയത്ത് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുട്ടി വന്നു, സ്റ്റുഡൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ന്യൂസിലൻഡിൽ പോകാമെന്നും പറഞ്ഞു. ആ കുട്ടീനെ ഞാൻ ട്രെയിനിങ് നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റുഡൻസിനെ ട്രെയിനിങ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിന് ടീച്ചർ ആകാനായിട്ടുള്ള യാതൊരുവിധ പോയിന്റ്സും അല്ലെങ്കിൽ അവരെ എങ്ങനെ മാനേജ് ചെയ്യണം, അതായത് സ്റ്റുഡൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതും ടീച്ചറായിട്ട് ബിഹേവ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ടീച്ചറുടെ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ ഇൻസ്റ്റിൽ ചെയ്യാൻ, അവരെ ഇൻസ്പയർ ചെയ്യാനും കഴിയണം. അതിനുള്ള പോയിന്റ്സ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അവർ ക്ലാസ്സിൽ ഇരുന്ന് അവർ സ്റ്റുഡൻ്റായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് അവർ പഠിച്ചിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ട്രെയിനിങ് സെൻറ്ററിൽ അവർ ഒരു ട്രെയിനറായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ ഭയങ്കര വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അവിടുത്തെ പിള്ളേരൊക്കെ ജയിക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 7 കുട്ടികളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും മോശമായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു സെനാരിയോ പോലും ഫുള്ളായിട്ട് ആ കുട്ടിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സെനാരിയോ എടുക്കാൻ പറ്റാത്ത ആ കുട്ടിയാണ് വേറൊരു സെൻറ്ററിൽ ചെന്നിട്ട് ആ കുട്ടികൾക്ക് എന്ത് പഠിപ്പിക്കാൻ പറ്റും? മാത്രമല്ല വിദേശ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു യൂറോപ്യൻ കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ഫെസിലിറ്റിയിൽ ഗൾഫിൽ വർക്ക് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഗൾഫിൻ്റെ സ്റ്റാൻഡേർഡ്സും മലയാളികൾ പോയി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പോയി ഉണ്ടാക്കിയ സ്റ്റാൻഡേർഡ്സ് അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡ്സും യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സും ഡിഫറൻ്റ് ആണ്. അവരുടെ സ്റ്റാൻഡേർഡ്സ് മോശമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ ഈ ട്രെയിനേഴ്സ് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പ്രോപ്പറായിട്ട് പറഞ്ഞ് അഭിനയിച്ച് കാണിക്കുക. പലരും വീഡിയോ കാണിച്ചിട്ടൊക്കെ ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്, വീഡിയോ അയച്ചു കൊടുക്കുക. എൻ്റെ തന്നെ ഒത്തിരി തോറ്റ പിള്ളേരെ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു തോറ്റ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. ഞാൻ ന്യൂസിലൻഡ് മാത്രം പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. അപ്പോൾ ഇവർ ഈ സെനാരിക്കകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോയ്ക്കകത്ത് ഒരാൾ പറയുന്നത് കിട്ടും, അവിടെ നിങ്ങളിത് മാനേജ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് മാനേജ് ചെയ്യുന്നതല്ല ഇരിക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ സ്റ്റാൻഡേർഡ്സിൽ, അവരുടെ വേയിൽ, അവരുടെ സേഫ് ഫീച്ചേഴ്സിൽ, അവരുടെ പേഷ്യൻ്റ് സേഫ്റ്റി രീതിയിൽ നിങ്ങൾ അവരെ മാനേജ് ചെയ്യണം. അല്ലാതെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുന്നതല്ല. മാനേജ് ചെയ്യാനായിട്ട് പല മെഷേഴ്സ് ഉണ്ട്, പക്ഷേ അവരുടെ സ്റ്റാൻഡേർഡ്സ് മാനേജ് ചെയ്യണം. അതാണ് അതിൻ്റെ അകത്ത് അവർ നോക്കുന്നത്. അത് എല്ലാ രാജ്യക്കാരും നോക്കും. അതുപോലെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ മിടുക്കന്മാരും ഈ എക്സാമിനേഴ്സൊക്കെ മണ്ടന്മാരുമാണെന്ന് ചിന്തിക്കുന്ന ചില ട്രെയിനേഴ്സും ചില ട്രെയിനിങ് സെൻറ്ററുകളും ഉണ്ട്. അപ്പം അവരുടെ വിചാരം എന്ന് വെച്ചാൽ അവർ മിടുക്കന്മാരും വെള്ളക്കാരല്ല, അതായത് എക്സാമിനേഴ്സുമായിട്ട് വരുന്ന അല്ലെങ്കിൽ എക്സാം നടത്തുന്ന സെൻറ്ററുകളൊക്കെ മണ്ടന്മാരാണെന്ന് അവർ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാക്കേണ്ട അവരെക്കാളും ബുദ്ധി വെള്ളക്കാർക്കുണ്ട്. അപ്പോൾ വെള്ളക്കാർക്ക് ഈ സംഭവം മാനേജ് ചെയ്യാനായിട്ട് അറിയാം. അതുകൊണ്ട് അവരുടെ രീതി നിങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ പറയുക. എന്തിനാ ഓസ്കി വന്നത് തന്നെ? അല്ല പിന്നെ ഓസ്കി വരണ്ടല്ലോ, ചുമ്മാ എടുത്തും കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഓസ്കി വന്നപ്പോൾ നിങ്ങൾ അവരുടെ രീതി പെർഫോം ചെയ്യണം. അതിനുവേണ്ടി ട്രെയിനേഴ്സ് ആ രീതി പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ പോയിന്റിലേക്ക് വരാം. അപ്പോൾ എൻ്റെ ഒരു തോട്ട്സിൽ ഈ ഓസ്കി തോക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്
കൾച്ചറൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഞാനൊരു കുറച്ച് പോയിന്റ് ആയിട്ട് പറയാം. കൾച്ചറൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ, അതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അവരുടെ ഡയലക്ട്സ്, അതുപോലെ അവരുടെ മെഡിക്കൽ ടെർമിനോളജീസ്, അവരുടെ സെൻറ്റൻസ്, അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ, ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് ചില സ്റ്റുഡൻസിന് പെട്ടെന്ന് പറ്റുന്നില്ല. അവർക്ക് പറ്റും, പക്ഷേ പെട്ടെന്ന് പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഡിലേ വരുന്നു. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ സ്ട്രെസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പൊക്കെ വിട്ടു പോവുകയും ചെയ്യും. ചില കുട്ടികളൊക്കെ എന്നോട് പറയാറുണ്ട്, സാറേ ബോംബ് പോലൊരു സാധനം നെഞ്ചിൻ്റെ അകത്ത് വന്ന് തല്ലോട്ട് കയറിയ അവസാനം ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്താ സംഭവിച്ചെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ ചില പിള്ളേർ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ഇതാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ ഈ കൾച്ചറൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ, ഇതിനകത്ത് സംസാരിക്കാനുള്ള കഴിവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ എല്ലാ കുട്ടികളോടും പണ്ടും പറഞ്ഞിട്ടുണ്ട്, അതായത് 50% വെച്ചാൽ അഭിനയിക്കണം, സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കണം. അപ്പോൾ നമുക്ക് ചമ്മൽ എന്ന് പറഞ്ഞ് ഹെർമിറ്റ് എന്ന് പറഞ്ഞു, യു ഹാവ് ടു കം ഔട്ട് ഫ്രം യുവർ ഹെർമിറ്റ്. ചമ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മാറണം. അതിനുവേണ്ടി നിങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. അതായത് ഈ സംഭവം, ഈ സനാരിയോ അഭിനയിച്ച് കാണിക്കാൻ പറയണം. അതായത് പേഷ്യൻ്റെ മുമ്പിലോ മാനിക്കൻ്റെ മുമ്പിലോ അഭിനയിച്ച് കാണിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊരു മോഡൽ കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എവിടെ നിന്ന് തോട്ട്സ് വരും, നിങ്ങൾ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തന്നെ ചെയ്യും? അപ്പോൾ ട്രെയിനർ എന്ത് ചെയ്യണം, അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. ഡയലോഗ് പറഞ്ഞിട്ട് നാടകം പോലെ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നാലേ ഈ കുട്ടികൾക്കൊരു മനസ്സിലൊരു മോഡൽ ഉണ്ടാകത്തുള്ളൂ. അതാണ് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് ഓസ്കിയുടെ ഫോർമാറ്റിൻ്റെ കോംപ്ലക്സിറ്റി. ഓസ്കിയുടെ ഫോർമാറ്റിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓസ്കി എന്ന് പറഞ്ഞ കൺസെപ്റ്റിൻ്റെ അകത്ത് പല രീതിയിലാണ് സ്റ്റേഷൻസ് വരുന്നത്. എക്സാമ്പിൾ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് സ്റ്റേഷനും UK ചെയ്യുന്ന A-E അസസ്മെൻറ്റ്, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, എക്സ്പോഷർ മാനേജ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതേസമയം ഓസ്ട്രേലിയ ചെന്നിട്ട് ന്യൂസ് 2 ചാർട്ടിനകത്ത് ഫിൽ ഔട്ട് ചെയ്തിട്ട് അത് എസ്കലേറ്റ് ചെയ്യണം. അതേസമയം ഓസ്ട്രേലിയ ചെയ്യുന്നത് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, എക്സ്പോഷർ, ഫ്ലൂയിഡ് ബാലൻസ്, ഗ്ലൂക്കോസ്, അതായത് A-G മാനേജ്മെൻറ്റ്, A-G അസസ്മെൻറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽ ഫിസിയോളജിക്കൽ അസസ്മെൻറ്റ് ഷീറ്റിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് എസ്കലേറ്റ് ചെയ്യണം. അതേസമയം ന്യൂസിലൻഡ് ചെയ്യുന്ന വൈറ്റൽ സയൻസ് മാത്രം എടുത്തിട്ട് വേറെ പേപ്പർ എഴുതിയാൽ മതി. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലൻഡ് വെറും സിമ്പിളാണ്. അതിൻ്റെ അകത്തൊന്നും ഒരു കോംപ്ലിക്കേഷനും ഇല്ല. കാരണം ഏറ്റവും ജയിക്കാൻ പറ്റുന്നത്, കാരണം വെറും ചാർട്ടില്ല, കാർഡക്സ് ഇല്ല, ഒന്നുമില്ല, വെറും വെള്ള പേപ്പറിലൊക്കെ എഴുതിയും തോണ്ടിയൊക്കെ വെച്ചിരിക്കുന്ന പരിപാടി ചെയ്യുന്നത്. പക്ഷേ അവരത് മാറ്റും ഉറപ്പായിട്ട്. ഇനിയും കോംപ്ലിക്കേറ്റഡ് ആകത്തേ ഉള്ളൂ, ഇനി ലൈറ്റ് ആകാനായിട്ട് പോകുന്നില്ല. അപ്പം ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ ഒരു ഡിഫറൻസ്. അതുപോലെ ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി, ഇംഗ്ലീഷ് സ്പോണ്ടേനിയസ് ആയിട്ട് പറയാനായിട്ട് ഈ കുട്ടികൾക്ക് കഴിയണം. ഇംഗ്ലീഷ് IELTS പഠിച്ചു, അല്ലെങ്കിൽ OET പഠിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളക്കാരുടെ സെൻറ്റൻസ്, വെള്ളക്കാരുടെ രീതിയിൽ, വെള്ളക്കാരുടെ രീതി പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ പല സെൻറ്ററുകളിലും ട്രെയിനേഴ്സിന് ഈവൻ ദോ അവർ വെള്ളക്കാരുടെ സ്ഥലങ്ങൾ ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ UK ഒക്കെ പഠിച്ചതോ പഠിപ്പിച്ചതോ ഒക്കെ ആണെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് വളരെ മോശമാണ്. അപ്പോൾ ഇത്ര ഇംഗ്ലീഷ് വളരെ മോശമായിട്ടുള്ള ഈ ട്രെയിനേഴ്സിന് പ്രോപ്പറായിട്ടുള്ള ഒരു മോഡൽ ഇൻസ്റ്റിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ സ്റ്റുഡൻസിന് മുമ്പിൽ. അതാണ് അടുത്ത റീസൺ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സെനാരിയോ പറയുവാണെങ്കിൽ, നമുക്കൊരു പേഷ്യൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഓപ്പണിംഗ് വേർഡ് ചോദിക്കണം. ഹൗ ആർ യു ഓക്കെ, ആർ യു വെൽ, ഹൗ ഇസ് ദ തിങ്സ്, എവറിങ് ഓക്കെ, ഹൗ ഇസ് ദ വെദർ ലൈക്ക്, ഇഫ് യുവർ ഫാമിലി കെയിം ഓവർ ഹിയർ, ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളിത് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അത് എക്സാമിൽ അവർക്ക് പറഞ്ഞ് കാണിച്ച് അഭിനയിച്ച് കൊടുത്ത് മാത്രമേ അവർക്ക് അത് ഇൻസ്റ്റൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെയും നമുക്ക് എക്സാമിൻ്റെ അല്ല, ഈ നമ്മുടെ ട്രെയിനറുടെ പരാജയമാണ്. അതുപോലെ ന്യൂസിലൻഡിൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഫെമിലിയാരിറ്റി, അത് വലിയ പ്രശ്നം വരുന്നില്ല. അത് ഒരു തോട്ട്സിൻ്റെ ആയിട്ട് നമുക്ക് കൂട്ടാം. അതായത് ന്യൂസിലൻഡ് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഡീപ്പ് ഇൻസൈഡിലൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മാവോറി കൾച്ചറിൻ്റെ അകത്ത് മാത്രം, ഒരു സ്റ്റേഷൻ്റെ അകത്ത് മാത്രം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ പ്രിപ്പറേഷനും പ്രാക്ടീസും, ചില ആൾക്കാർ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താലും കണ്ടിന്യൂസ് അല്ലാതെ പ്രാക്ടീസ് ചെയ്താലും നിങ്ങളുടെ മുന്നിൽ വരുന്ന സെനാരിയോസ് ക്വൈറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ആ വെള്ളക്കാർ മണ്ടന്മാരല്ല, നമ്മൾ ആദ്യം ചിന്തിക്കണം. അവർ ഇത് കാലം ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്ഥലത്തേക്ക് കയറി ചെന്നിട്ട് സ്വയമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഈ സംഭവം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ആ പേഷ്യൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ ഒരേ സാഹചര്യത്തിൽ ഞാൻ ഓസ്ട്രേലിയയിലും UK യിലും ന്യൂസിലൻഡിലും അതുപോലെ അയർലൻഡിലും ഒക്കെ ഈ ഒരേ സ്റ്റേഷൻ്റെ അകത്ത് ആക്ടേഴ്സും മാനിക്കനും ഒക്കെ കാണിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഞാൻ പിള്ളേരെ പഠിപ്പിച്ചാൽ കൊടുത്തു വിടുന്നത്. ഏത് വന്നാലും നിങ്ങൾ മാനേജ് ചെയ്തോണം, ആ രീതിയിലാണ് എൻ്റെ ഒരു അപ്രോച്ച്. അതേസമയം ന്യൂസിലൻഡ് മാത്രം ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടക്കുളത്തിലെ തവളയാണ്, അവർക്കത് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് ഈ കാണിക്കുന്ന അതായത് ന്യൂസിലൻഡിലോട്ട് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ഹൈപ്പർ ടെൻഷൻ മാനേജ്മെൻറ്റാണ്, ഹൈപ്പർ ടെൻഷൻ്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ചോദിച്ചാൽ അത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ബാക്കി വേറെ സാധനം, ഇവരെല്ലാം വെള്ളക്കാർ, ഇവർക്കെല്ലാം പരസ്പരം കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ വേറെ ഓസ്ട്രേലിയത്ത് ഇവർ കാണിക്കുന്ന കണക്ഷൻസ്, കാരണം UK യിലെ പല കാര്യങ്ങളും ഓസ്ട്രേലിയക്കാർ ചോദിക്കുന്നുണ്ട്, ഓസ്ട്രേലിയയിലെ പല കാര്യങ്ങളും പുതുതായിട്ട് UK ക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, അതുപോലെ അയർലൻഡുകാരും പറയുന്നുണ്ട്.
അപ്പോൾ ഇവർ തമ്മിൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഈ സനാരിയോസിൻ്റെ അകത്ത് പല പല മോഡലുകളും പല പല രീതികളും അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്താണ് വിടുന്നത്. അതുപോലെ നമ്മുടെ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, അതാണ് അടുത്ത ഒരു കൺസെപ്റ്റ്. സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല. നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്ത് പോവുക. നിങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് കൂട്ടി പഠിപ്പിക്കുക. അപ്പോൾ സാധാരണ നമുക്ക് വേണ്ടത് ഇപ്പം UK വേണ്ടത് 80% അടുത്ത് വേണം. അതേസമയം അയർലൻഡിന് 75%, ഓസ്ട്രേലിയക്ക് 50%. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കാരണം ഞാൻ പഠിപ്പിച്ചു വിട്ട പല പിള്ളേരും ഞാൻ പഠിപ്പിച്ചതിൻ്റെ ഒത്തിരി തെറ്റുകൾ വരുത്തിയിട്ട് അവർ സുഖമായിട്ട് ജയിച്ചു പോയിട്ടുണ്ട്. കാരണം ഞാൻ അവരെ പഠിപ്പിക്കുന്നത് 90-100%ലാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് എനിക്ക് തോന്നുന്ന ഒരു 60%, 50-60% മതി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിനോട് പല പിള്ളേരും പറഞ്ഞിട്ടുണ്ട്, സാറ് പറഞ്ഞു ആ സാധനം ഞാൻ പറഞ്ഞില്ല, എനിക്കപ്പോൾ തലയ്ക്കകത്ത് കിളി പോയി നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് സാറേ ഞാനത് ചെയ്തില്ല, സാറേ ഞാനത് കാണിച്ചില്ല എന്നൊക്കെ പല കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം ജയിച്ചു. ഇവരെല്ലാം ജയിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരു അസംഷൻ, എനിക്ക് അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു 60% മതി ജയിക്കാനായിട്ട്. അപ്പോൾ വലിയ സംഭവം ഇല്ല ജയിക്കാനായിട്ട്, ഇതിൻ്റെ അകത്ത് വലിയൊരു സംഭവം അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അത് നമ്മൾ സ്ട്രെസ്സും ആങ്സൈറ്റി മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ പഠിച്ചിട്ട് പോവുക, കുറച്ച് കൂടുതൽ പെർസെൻറ്റേജ് ലെവൽ പഠിച്ചിട്ട് പോവുക. ഇച്ചിരി പോയാലും കുഴപ്പമില്ല, 20-30% പോയാലും കുഴപ്പമില്ല, നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റംസ്, അതായത് നമുക്ക് ഇവർക്ക് സപ്പോർട്ട്, അതായത് ഈ എക്സാം കഴിഞ്ഞിട്ട് പലരും കൈ ഒഴിയുക ചെയ്യുന്നത്, ട്രെയിനിങ് കഴിഞ്ഞിട്ട് കൈ ഒഴിയുക ചെയ്യുന്നത്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് കൈ ഒഴിയുമ്പോഴത്തേക്കും ഞാൻ സ്റ്റുഡൻസിനൊക്കെ 24 hours വാട്സപ്പ് സപ്പോർട്ട്, എക്സാമിൻ്റെ സെൻറ്ററിൻ്റെ പുറത്ത് നിന്ന് അവർ വിളിച്ചാൽ പോലും നമ്മൾ അപ്പോൾ തന്നെ ഇത് കറക്റ്റ് കൊടുക്കുക. സാറേ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ, അവരിങ്ങനെ പറയുന്നത് കേട്ടോ, ഇവരിങ്ങനെ പറയുന്നത് കേട്ടോ, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇനി അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. അപ്പോൾ തന്നെ അവരെ കറക്റ്റ് ചെയ്യും. 24 hours വാട്സപ്പ് സപ്പോർട്ട് ഈ എക്സാം കഴിയുന്നവരെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈ എക്സാം കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ വറീഡാണ്. കാരണം ഇനിയിപ്പോൾ എന്നാ ചെയ്യും, ഇനി ഒരു സംശയം വന്നാൽ എന്നാ ചെയ്യും, ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്നാ ചെയ്യും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യും, ആ സമയത്ത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഈ ട്രെയിനർ തരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ പിന്നെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി, ഇതൊരു ഡിഫിക്കൽട്ട് എക്സാമിനേഷനാണ്. അതായത് അൺയൂഷ്വൽ സെനാരിയോസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, അൺയൂഷ്വൽ ചോയ്സ് വരും. അത് അവരുടെ സ്റ്റാൻഡേർഡ്സിൽ, അവരുടെ വേയിൽ, അവരുടെ മെത്തേഡിൽ നമ്മൾ വെർബലിയാണ് മജോറിറ്റി മാനേജ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റേഷനൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഈ ന്യൂസിലൻഡ് സ്റ്റേഷനകത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ 1000-ഓളം കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച ട്രെയിനറാണ്. പല ആൾക്കാരും അവിടെ വീഡിയോ ഇട്ടിരിക്കുന്ന അവർ ജീവിതത്തിൽ അവർ ട്രെയിൻ ചെയ്തിട്ടില്ല. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ ശ്രീചിത്രയുടെ സ്റ്റുഡൻ്റാണ്. ഞാൻ കേരളത്തിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ശ്രീചിത്രയിലും RCCയിലും നേഴ്സായിരുന്ന വ്യക്തിയാണ്. ഞാൻ നഴ്സിംഗ് കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നോർത്തേൺ ഐറിഷ് ഫെസിലിറ്റിയിലും നേഴ്സായിരുന്നു, സീനിയർ നേഴ്സ് മാനേജറായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓസ്കി ട്രെയിൻഡായിട്ട് 500ഓളം UK പഠിപ്പിച്ചു, 300ഓളം ഓസ്ട്രേലിയക്കാരെ പഠിപ്പിച്ചു, അതുപോലെ തന്നെ 200ഓളം അയർലൻഡുകാരെ പഠിപ്പിച്ചു, 100ഓളം ന്യൂസിലൻഡുകാരെ പഠിപ്പിച്ചു. ന്യൂസിലൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇവരെ എല്ലാവരെയും 100% നമുക്ക് ജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവർക്കെല്ലാം നമുക്ക് ജയിപ്പിക്കാൻ പറ്റിയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനറുടെ കഴിവാണ് ഈ കുട്ടികളെ ജയിപ്പിക്കുന്നത്. അതായത് നമുക്ക് സ്പോർട്സിന് പോകുന്ന ഇതൊരു ഡ്രാമയാണ്, നാടകമായി നടക്കുന്നത്. ഈ നാടകത്തിൻ്റെ അകത്ത് എന്താ പ്രശ്നം, നിങ്ങൾ അഭിനയിച്ച് കയറണം. അവർ പേഷ്യൻ്റായിട്ട് അഭിനയിക്കുക, നിങ്ങൾ നേഴ്സായിട്ട് അഭിനയിച്ച് കയറണം. അപ്പോൾ അൺയൂഷ്വൽ സെനാരിയോസ് നിങ്ങളുടെ മുമ്പ് വരും, അൺയൂഷ്വൽ ഡിമാൻഡ്സ് വരും. അതൊക്കെ അപ്രോപ്രിയേറ്റഡ് എസ്കലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രോആക്റ്റീവ്, വെള്ളക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് നിങ്ങൾ പ്രൊസീഡ് ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യണമെങ്കിൽ ഒരു നല്ല ട്രെയിനർ വേണം. ട്രെയിനറുടെ കഴിവാണ് ഈ ഓസ്കി എക്സാമിൻ്റെ വിജയം. ട്രെയിനർ പരാജയമാണെങ്കിൽ അവർ യാതൊരു പരിചയസമ്പന്നതയില്ലാത്ത ട്രെയിനർ ജസ്റ്റ് പാസ് ഔട്ടായി, മുട്ടയിൽ വിരിഞ്ഞ കുഞ്ഞിനെ പോലെ ഇന്നലെ പാസ്സായി, ഇന്ന് അവർക്ക് എന്ത് ട്രെയിൻ ചെയ്യാൻ കൊടുക്കാൻ പറ്റും, അവർക്ക് എന്ത് ഐഡിയ ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ജയിച്ചു എന്നുള്ളത് ക്രൈറ്റീരിയ, അത് OET പഠിപ്പിക്കുന്ന ചില ട്രെയിനിങ് സെൻ്ററുകളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ UK മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാനിപ്പോൾ 4 ചെയ്യുന്ന വ്യക്തിയാണ്, UK മാത്രം ചെയ്യുന്ന ട്രെയിനിങ് സെൻ്ററുകാരാണ് പഠിപ്പിച്ചതാണ് മൊത്തം പരാജയപ്പെട്ടു. കാരണം എന്തുകൊണ്ടാണ്, അവർ 10-20 മിനിറ്റ് കൊണ്ടാണ് അവർ അസസ്മെൻറ്റ് സ്റ്റേഷൻ ചെയ്യുന്നത്. അതേ രീതിയിൽ ഇവിടെ വൈറ്റൽ സയൻസിൻ്റെ അകത്ത് അതേ രീതിയിൽ ഇൻട്രഡക്ടറി ഫേസിലും പ്രൊസീജിയർ ഫേസിലും ഒക്കെ ഒത്തിരി സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു. കൊടുത്തപ്പോൾ പിള്ളേർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേർക്ക് 4 വരുമ്പോൾ തന്നെ സമയം കഴിഞ്ഞ് ഇറങ്ങി പൊക്കളാൻ പറയും. അപ്പോൾ അല്ലെങ്കിൽ അവർ ടെൻഷനാകും. ഫസ്റ്റ് ബെല്ല് വരുമ്പോൾ തന്നെ അവർ ടെൻഷനാകും. അതേസമയം ഓസ്ട്രേലിയൻ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മിനിറ്റിൻ്റെ രീതി. അപ്പോൾ അതിന് കുറച്ച് 8 മിനിറ്റിൻ്റെ രീതിക്കകത്ത് നമുക്ക് ഓസ്ട്രേലിയൻ രീതിയായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. അവർക്കിടെ യുണീക്കായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അവരെ പഠിപ്പിച്ചെടുക്കാനായിട്ട് നല്ലൊരു കഴിവുള്ള ട്രെയിനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ജയിക്കാം. അപ്പോൾ നിങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നല്ലൊരു ട്രെയിനറുടെ അടുത്ത് പോവുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ കണ്ടിന്യൂസ് വാട്സപ്പ് സപ്പോർട്ട് തരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇതിനു മുമ്പ് പിള്ളേരെ പഠിപ്പിച്ച് ജയിപ്പിച്ചിട്ടുള്ള ട്രെയിനർ എടുത്ത് പോവുക. അല്ലാതെ
നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഒരു ട്രെയിനർ, നിങ്ങൾ ഒരു കോഴ്സിന് ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കുന്ന ട്രെയിനറുടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. അവർ അഭിനയിച്ച് കാണിച്ചു തരാനുള്ള കഴിവുണ്ടോ, ഡയലോഗ് പറഞ്ഞ് കാണിച്ചു തരാൻ കഴിവുണ്ടോ, അതുപോലെ തന്നെ അവർ നമ്മുടെ മുമ്പിൽ ഈ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ, ഈ പ്രൊസീജിയർ ചെയ്ത് കാണിക്കാൻ കഴിവുണ്ടോ. പലർക്കും പ്രൊസീജിയർ ചെയ്യാൻ അറിയില്ല, സ്റ്റെപ്പ് ചെയ്യാൻ അറിയത്തില്ല, പ്രൊസീജിയർ ചെയ്യാനും അറിയത്തില്ല. പ്രൊസീജിയർ ചെയ്യാൻ അറിയാതെ നമുക്ക് അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ പ്രൊസീജിയർ ചെയ്യാൻ അറിയാവോ, ഈ പ്രൊസീജിയർ ചെയ്ത് കാണിക്കാൻ പറ്റുമോ, ഈ പറഞ്ഞ് അഭിനയിക്കുക, വീഡിയോ കാണിച്ചാൽ പലരും ചെയ്യുന്ന പഴയ ഒരു 10 ആരുടെയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുത്തേക്കും. അല്ലെങ്കിൽ ഇത് ചെയ്ത് കാണിക്കാൻ പറ്റുമോ, ഈ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇത്, കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ഐഡിയ ആക്കി മാറ്റാൻ പല കുട്ടികൾക്കും പറ്റില്ല, മജോറിറ്റി കുട്ടികൾക്കും പറ്റില്ല. കാണിക്കുവാണെങ്കിൽ അവർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്കത് ചെയ്ത് കാണിക്കാനും പറഞ്ഞ് കാണിക്കാനും അഭിനയിച്ച് കാണിക്കാനും ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് കാണിക്കാനും വെള്ളക്കാരുടെ രീതിയിൽ സെൻറ്റൻസ് പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുള്ള ഒരു ട്രെയിൻ ബാക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജയിക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള പരാജയത്തിൻ്റെ മെയിൻ കാരണം, അല്ലാതെ മറ്റൊന്നുമല്ല ഇതിൻ്റെ കാരണം. പല റീസൺസും പലരും പറയുന്നുണ്ട്. അതായത് പിള്ളേരുടെ കുഴപ്പമാണ്, കുട്ടികളുടെ കുഴപ്പമാണ്, മറ്റവരുടെ കുഴപ്പമാണ്, ന്യൂസിലൻഡിലെ എക്സാമിനേഴ്സിൻ്റെ കുഴപ്പമാണ്, ന്യൂസിലൻഡുകാർ കാശ് മേടിക്കാൻ പോവുകയാണ്, അതുപോലെ ന്യൂസിലൻഡുകാരല്ല എക്സാമിനേഴ്സ് എല്ലാം മോശക്കാരാണ്, അതുകൊണ്ട് അവർക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ല. ഒരു രാജ്യക്കാരും ഫീഡ്ബാക്ക് കൊടുക്കാറില്ല. അതായത് UK മാത്രം ചെറിയൊരു വളരെ മിനിമൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. വേറെ ഒരു രാജ്യക്കാരും OSCEക്ക് ഒരു ഫീഡ്ബാക്കും തരത്തില്ല. അതൊന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് അത് ഒരാൾ പറയുന്നത് കേട്ടു, ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് മെമ്മോറാണ്ടം കൊടുക്കാൻ പോവാണ്, വെറുതെ അത്ര സമയം കളയുന്നില്ല, അത് വേറെ അതുകൊണ്ട് യാതൊരു പ്രയോജനം, ടൈം പാസ്സാണ്. ഇവരുടെയൊക്കെ മെയിൻ പ്രശ്നം വെച്ചാൽ ഇവരൊന്നും നല്ലൊരു ട്രെയിനിങ് സെൻറ്ററിൽ പഠിച്ച വ്യക്തികളല്ല. അതായത് നല്ലൊരു കോളേജ്, ഇവർക്കൊന്നും കോളേജിൻ്റെ പേര് പറയാൻ പോലും അവർ ചോദിച്ചാൽ അവർ കോളേജിൻ്റെ പേര് പോലും പറയത്തില്ല. അതേസമയം എനിക്ക് കോളേജിൻ്റെ പേര് പറയാൻ പറ്റും. ഞാൻ കോട്ടയത്തിൻ്റെ സ്റ്റുഡൻറ്റാണ്, ഞാൻ ശ്രീചിത്രയുടെ സ്റ്റുഡൻറ്റാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള നല്ലൊരു ട്രെയിനറെ നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് സുഖമായിട്ട് ന്യൂസിലൻഡ് OSCE ജയിക്കാം. ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ പരസ്യം പറഞ്ഞതല്ല, ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ. മറ്റൊരു വണ്ടർഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.